മലയാളി ലൈംഗികത പഠനം. രചന KR ഇന്ദിര. ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2020. എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. മലയാളിയുടെ ലൈംഗിക ബോധം. മലയാളിക്കെന്താ കൊമ്പുണ്ടോ? ഈ ചോദ്യം ഒരിക്കലെങ്കിലും കേൾക്കാത്ത മലയാളിയില്ല. എപ്പോഴാണ് ഈ ചോദ്യം? ഇതരർക്കില്ലാത്ത ഒരുമാതിരി അഹങ്കാരം പ്രകടിപ്പിക്കുമ്പോഴാണ് കൊമ്പുണ്ടോ എന്ന് ചോദിക്കാറ്. ചോദിക്കുന്നതും മലയാളി തന്നെയാണ്. ചോദിക്കുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും അറിയാം മലയാളിക്ക് കൊമ്പുണ്ട് എന്ന്. ഒരു കൊമ്പൊന്നുമല്ല, തരം പോലെ 3 കൊമ്പും ഉണ്ടാകാറുണ്ട്. മലയാളിയുടെ അറിവ്, സൗന്ദര്യം, സൗന്ദര്യബോധം, ലോകപരിചയം, സാഹിത്യകുശലത, കലാവൈഭവം, ഭാഷാശേഷി, ലോകത്തെ വെല്ലുവിളിക്കാൻ വേണ്ടത്ര നൈപുണ്യങ്ങൾ സ്വായത്തമാക്കിയിട്ടുള്ള അപൂർവ വ്യക്തിത്വമാണ് താൻ എന്ന് മലയാളി കരുതുന്നുണ്ട്. അതിനൊത്ത അഹങ്കാരവും പരപുച്ഛവും ഈ ചങ്ങാതിക്കുണ്ട്. തന്നെ ഒന്ന് പഠിച്ചുകൂടെ ഈ ലോകത്തിന്? പഠിക്കാമല്ലോ. മലയാളിയുടെ ലൈംഗിക ശീലങ്ങളും ലൈംഗിക സ്വഭാവങ്ങളും പഠിക്കാം. വിഷയം ലൈംഗികം. എങ്ങനെ എഴുതിയാലും മികച്ച വായനാനുഭവമാകും. എത്ര വായിച്ച വിഷയമായാലും 1001-ാമത്തെ ലേഖനത്തിലും പരതി നോക്കും, വല്ലതുമുണ്ടോ ഇക്കിളിയായിട്ട്. വൗ, ഈ മല്ലൂസിന്റെ ഒരു കാര്യം. അധ്യായം 2. ലൈംഗിക ബോധം രൂപപ്പെടുന്നത്. മല്ലൂസ്, എന്നാണ് നിന്റെ മണ്ടയിൽ ആദ്യമായി ലൈംഗിക ചിന്തയുണ്ടായത്? 10 വയസ്സിൽ? 5 വയസ്സിൽ? ഓർമ്മയില്ല. 8 മാസം പ്രായമുള്ളപ്പോൾ അമ്മിഞ്ഞ കുടിച്ചുകൊണ്ട് അമ്മയുടെ മടിയിൽ കിടന്നപ്പോൾ ഇത്തിരിയോളം പോന്ന ചുക്കുമണി ഇത്തിരിയും കൂടി വലുതായത് നിനക്ക് ഓർമ്മയില്ലല്ലോ. അന്നേരം നീ അത്യാഹ്ലാദത്തോടെ കൈകാലുകൾ കുടയുകയും ചെയ്തിരുന്നു. അന്ന് ലൈംഗികമായ ഉണർവുണ്ടായതായിരുന്നോ? ആർക്കറിയാം. പറയാനോ ഓർമ്മിച്ചെടുക്കാനോ കഴിയില്ലല്ലോ. അതേ പ്രായത്തിലുള്ള പെൺപൈതൽ അമ്മിഞ്ഞ കുടിക്കുമ്പോൾ അവൾക്ക് ലൈംഗികമായ ഉണർവുണ്ടാകുമോ? ആൺകുഞ്ഞിന്റെ ലിംഗത്തിൽ വരുന്ന മാറ്റം കാണാൻ കഴിയും. പെൺകുഞ്ഞിന്റെ ശരീരത്തിൽ വരുന്ന മാറ്റം കാണാൻ കഴിയില്ല. ഗർഭപാത്രത്തിൽ നീന്തിക്കളിക്കുമ്പോഴുണ്ടായോ വല്ല ലൈംഗിക ചോദനയും? അത് പഠിച്ചവരുണ്ടെങ്കിൽ പറയട്ടെ. അമ്മിഞ്ഞുള്ള ചേച്ചിമാരെ ടിവിയിൽ കാണുമ്പോ എന്റെ ചുക്കുമണി വീർത്തു വരിക എന്ന് 5 വയസ്സുകാരൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് അതൊരു അത്ഭുതകരമായ ജ്ഞാനമായിരുന്നു. മിക്ക നവലോക മാതാക്കൾക്കും പല അറിവുകളും ലഭ്യമല്ല എന്നതാണല്ലോ വാസ്തവം. ന്യൂജൻ വളർന്നു വരുന്നത് ഒന്നും നേരിൽ കാണാതെയാണ്, അനുഭവിക്കാതെയാണ്. എല്ലാം വെർച്വൽ അനുഭവങ്ങൾ മാത്രം. അന്യരുടെ ലൈംഗിക അവയവങ്ങൾ കാണാനുള്ള സ്വാഭാവികമായ അവസരം ആർക്കുമില്ല. പെറ്റുവീണ കുഞ്ഞിനെ നാപ്കിൻ ധരിപ്പിച്ചാണ് വളർത്തുന്നത്. അടിവസ്ത്രമണിയാതെ ഒരു കുഞ്ഞും രാവോ പകലോ ജീവിക്കുന്നില്ല. ഗ്ലാമർ റൂമായ ബാത്റൂമിൽ മാത്രമായിരിക്കും ഇന്നത്തെ ശിശു അടിവസ്ത്രമണിയാതെ അല്പനേരം നിൽക്കുന്നത്. സ്വന്തം ലിംഗം കാണാനുള്ള അവസരം പോലും കുട്ടികൾക്ക് അനുവദിക്കാറില്ല സംസ്കാര സമ്പന്നരായ മുതിർന്നവർ. സ്വന്തം കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ പോലും അടിവസ്ത്രം നിർബന്ധമായി അണിയിക്കുന്ന അമ്മമാരുണ്ട്. എപ്പോഴെങ്കിലും ലിംഗം വെളിയിൽ കണ്ടുപോയാൽ ഷെയിം ഷെയിം പപ്പി ഷെയിം എന്ന് മൂക്കിൽ വിരൽ വെച്ച് പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കുഞ്ഞിന് കടുത്ത ലജ്ജ സൃഷ്ടിക്കും മുതിർന്നവർ. അതുകൊണ്ട് സ്വന്തം ലിംഗത്തിന്റെ രൂപഭാവങ്ങൾ സമപ്രായക്കാരുടേതുമായി താരതമ്യം ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് അവസരം ലഭിക്കാതെ പോകുന്നു. മനുഷ്യവർഗത്തിന് എങ്ങും എന്നും അതിയായ താൽപ്പര്യമുണ്ട് ശരീര താരതമ്യത്തിൽ. എന്നാൽ പൊതുവേ അതിന് അവസരം ലഭിക്കുന്നതേയില്ല. എല്ലാ 5 വയസ്സുകാർക്കും അമ്മിഞ്ഞയുള്ള ചേച്ചിമാരെ കാണുമ്പോൾ ചുക്കുമണി വീർക്കുമോ എന്നറിയാൻ മാർഗമേയില്ല എന്നത് തീർച്ച. എന്നാലും ഒരു 5 വയസ്സുകാരൻ കാര്യം വ്യക്തമാക്കിയല്ലോ. നഖങ്ങളും വിരലുകളും പോലും പഠനവിധേയമാക്കുന്ന മനുഷ്യർക്ക് ലിംഗങ്ങൾ അപ്രാപ്യം. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവ പ്രാപ്യമായേക്കും. പൗരസ്ത്യ രാജ്യങ്ങളിൽ യാതൊരു സാധ്യതയും അതിനില്ല. കേരളീയന്റെ ജ്ഞാനമേഖലയ്ക്ക് അപ്രാപ്യമായ ഒരിടമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഇവിടെ. കാണാൻ കിട്ടാത്തവ കിനാവു കാണാനും കഥ മെനയാനും കേരളീയർ ചെലവിടുന്ന സമയവും ഊർജവും ചെറുതല്ല.
Sample complete. Ready to continue?